ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് നമ്മുടെ ഹിസ്റ്ററി സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈക്വാളിറ്റി, ലിബർട്ടി, ഫെർട്ടേണിറ്റി, ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്റർ നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷനാണ് പഠിക്കുന്നത്. വാട്ട്സ് എ റെവല്യൂഷൻ? ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? It is an action taken by a group of people, a large group of people, for changing the government of that country. ഇപ്പോൾ ഒരു രാജ്യത്തെ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരുമിച്ച് ചേർന്ന് പെട്ടെന്ന് അവർ ചില ആക്ഷൻസ് എടുത്ത്, ഒരു പക്ഷേ അത് റെവല്യൂഷണറി ആക്ഷൻസ് ആകാം, അങ്ങനെ ആക്ഷൻസ് എടുത്ത് അവരുടെ ഗവൺമെൻറ്റിനെ തന്നെ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, ലോകത്ത് അനേകം റെവല്യൂഷൻസ് നടന്നിട്ടുണ്ട്. അമേരിക്കൻ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ഇങ്ങനെ അനേകം റെവല്യൂഷൻസ് നടന്നിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അപ്പം നമുക്ക് എളുപ്പമാണ് പഠിക്കാനായിട്ട്. ആ ഒരു റെവല്യൂഷൻ്റെ ഡീറ്റെയിൽസ്, വൈ, എന്തുകൊണ്ടത് സംഭവിച്ചു, വാട്ട് വാസ് ദ റീസൺ. ഇപ്പം നമ്മൾ പഠിച്ച ഫസ്റ്റ് ചാപ്റ്ററും ഈ സെക്കൻഡ് ചാപ്റ്ററും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? നമ്മൾ പലപ്പോഴും വിചാരിക്കും ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഹ്യൂമനിസം പഠിച്ചു, സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ പഠിക്കുന്നു. അപ്പോൾ ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതെന്താണ് ആ കണക്ഷൻ? അതായത് മിഡീവിയൽ പീരീഡിൽ വളരെ സ്ലേവ്സ് പോലെ ജീവിച്ചിരുന്ന ജനങ്ങൾ ഈ 14th സെഞ്ച്വറി ഓൺവാർഡ് അവർ കുറച്ചുകൂടി റാഷണൽ തിങ്കിങ്ങിലേക്ക് വരികയും സയൻറ്റിഫിക് നോളജിലേക്ക് വരികയും റെനേസൻസ് ഉണ്ടാവുകയും അവരുടെ തിങ്കിങ്, ആക്ഷൻ എല്ലാം ചേഞ്ച് ആവുകയും ചെയ്ത ഒരു സമയം അല്ലെ. 17th സെഞ്ച്വറിയുടെ അവസാന ഭാഗം 1789 അല്ലെ 18th സെഞ്ച്വറിയിലേക്ക് കയറുന്ന ആ സമയത്താണ് ഈ പറയുന്ന ഫ്രഞ്ച് റെവല്യൂഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ഹ്യൂമനിസമാണ് സത്യത്തിൽ ആ ഒരു തിങ്കിങ്ങിലുണ്ടായ, അതായത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച റെഫർമേഷൻ, കൗണ്ടർ റെഫർമേഷൻ പോലെയുള്ള സംഭവങ്ങളും ഒക്കെ ആളുകളുടെ തിങ്കിങ്, അവരുടെ അവരുടെ ചിന്തകൾ എല്ലാം ചേഞ്ച് ആക്കി. അതുകൊണ്ടാണ് ഒരു രാജാവിനെതിരെ, അല്ലെ ഫ്രഞ്ച് ബർബോൺ ഡൈനാസ്ട്രിയുടെ ഡെസ്പോട്ടിക് റൂളിനെതിരെ ചിന്തിക്കാനും അതിനെതിരെ ഒരു വലിയ ആക്ഷൻ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിള്, ഫ്രാൻസിലെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരുമിച്ച് അവരൊരു ആക്ഷൻ എടുത്ത് അവരുടെ ആ എക്സിസ്റ്റിംഗ് ഗവൺമെന്റിനെ തന്നെ, അവരുടെ രാജാവിനെ തന്നെ അവരെ നീക്കം ചെയ്ത് ജനങ്ങളുടെ ഒരു ഭരണം, ജനങ്ങളുടെ ഒരു ഗവൺമെന്റ് അവിടെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ അത്രയും ചിന്തിക്കാൻ അവരെ പ്രാപ്തരാക്കിയത് എന്ത് തന്നെയാണ്? ഈ റെനേസൻസും ഹ്യൂമനിസവും ആ ഹ്യൂമനിസ്റ്റ് ഐഡിയോളജിയും ഫിലോസഫിയും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 14th സെഞ്ച്വറിയിൽ നിന്നും 18th സെഞ്ച്വറിയിലേക്ക് നമ്മൾ മാറുക, നമ്മുടെ പഠനം നമ്മൾ മാറ്റുക. അപ്പം ഈ പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ ലിബർട്ടി, ഈക്വാളിറ്റി, ഫെർട്ടേണിറ്റി, ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പം നമുക്ക് ആ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ചാപ്റ്ററിൽ പഠിക്കണം. അതിൻ്റെ റീസൺസ്, അതിനകത്ത് നടന്ന ചില ഇവൻറ്റ്സ്, ചില സംഭവങ്ങൾ, അതിൻ്റെ ഇമ്പാക്റ്റ്, അതായത് ഈ ഫ്രഞ്ച് റെവല്യൂഷൻ യൂറോപ്പിൽ പ്രത്യേകിച്ചും ലോകത്താകമാനവും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി, എന്ത് റിസൾട്ട് ഉണ്ടാക്കി, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും, നല്ലൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇന്ന് നമുക്ക് തുടങ്ങാം. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ റീസൺ, അതാണ് പഠിക്കുക. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം അല്ലേ. വി ക്യാൻ സ്റ്റാർട്ട് ദ ലെസൺ. ഓക്കെ ഓക്കെ Hello my dear students, good morning to all. We are starting the second chapter, Social Science 1, that is History chapter, Liberty, Equality and Fraternity. In this chapter we are discussing the reasons of
French Revolution, the main events in French Revolution, and the impact of French Revolution to the whole world. In the last part, we are also discussing about Napoleon Bonaparte and the reforms he introduced in France. Okay, students, we can start. First of all, we are discussing why this chapter got this particular title, Liberty, Equality and Fraternity. ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷനിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യമാണ്, ഒരു സ്ലോഗനാണ്. ഫ്രാൻസിലെ ആളുകൾ റവല്യൂഷൻ പീരീഡിൽ റാലികളും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ അവരെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയിരുന്ന പ്രധാനപ്പെട്ട ഒരു സ്ലോഗനായിരുന്നു ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി. കാരണം ഈ മൂന്ന് കാര്യങ്ങൾ, ലിബർട്ടി അതിൻ്റെ മലയാളം എന്താണ്? സ്വാതന്ത്ര്യം. ഇക്വാളിറ്റി സമത്വം, ഫെർട്ടേണിറ്റി സാഹോദര്യം. ഇത് മൂന്നും ഫ്രാൻസിലില്ലായിരുന്നു. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇക്വാളിറ്റി ഇല്ലായിരുന്നു, ലിബർട്ടി ഇല്ലായിരുന്നു, ഫെർട്ടേണിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ അത് മൂന്നുമാണ് ഒരു ഹ്യൂമൻ ബീയിങ്സിന് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് വേണ്ടതെന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് മൂന്നും വേണം എന്നാണ് ഈ ഒരു സ്ലോഗനിലൂടെ അവരാവശ്യപ്പെട്ടത്. ലിബർട്ടി വേണം, ഇക്വാളിറ്റി വേണം, ഫെർട്ടേണിറ്റി വേണം. ഓക്കെ, ലോകത്ത് ആദ്യമായിട്ട് ഈ മൂന്ന് വാക്കുകൾ ഇങ്ങനെ പറഞ്ഞ ഒരു സൊസൈറ്റിയാണ് ഫ്രഞ്ച് സൊസൈറ്റി. ആദ്യമായിട്ട് ഫ്രഞ്ച് റവല്യൂഷനിലാണ് നമ്മളിത് കേൾക്കുന്നത് തന്നെ. അപ്പോൾ ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി എന്നീ മൂന്ന് പ്രധാനപ്പെട്ട വാല്യൂസിന് വേണ്ടിയാണ് ഇവർ ഈ പർട്ടിക്കുലർ റവല്യൂഷൻ നടത്തിയത്. അതുകൊണ്ടാണ് നമുക്ക് ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ള ടൈറ്റിൽ വേണേൽ അവർക്ക് കൊടുക്കാമായിരുന്നു അല്ലേ? പുസ്തകം എഴുതിയവർക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന ഈ ചാപ്റ്ററിന് നമുക്ക് പേര് കൊടുക്കാമായിരുന്നു. പക്ഷേ അവരത് ഒഴിവാക്കിയിട്ട് അവരെന്ത് കൊടുത്തു? ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താ? നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഈ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രഞ്ച് റവല്യൂഷൻ മുന്നോട്ട് വെച്ച മൂന്ന് പ്രധാനപ്പെട്ട ഐഡിയോളജി, മൂന്ന് പ്രധാനപ്പെട്ട ഐഡിയാസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫ്രഞ്ച് റവല്യൂഷൻ നടന്ന നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഹിസ്റ്റോറിക്കൽ സംഭവം നടന്ന ആ ഒരു കാലം ഏതാണെന്നറിയായിരിക്കണം. ഏത് ഏജിലാണ്, ഏത് വർഷമാണ്, ഏത് കാലത്താണ് അത് നടന്നത്. 18th സെഞ്ച്വറിയിൽ നടന്ന ഒരു റെവല്യൂഷനാണ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഈ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 1789. നിങ്ങൾ ടെക്സ്റ്റിലേക്ക് നോക്കുക. ടീച്ചർ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് കൂടി എടുത്ത് വെക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് യൂറോപ്പ് ഇൻ 1789. ആ യൂറോപ്പിൻ്റെ 1789 മാപ്പ് തന്നിരിക്കുന്നത് എന്തിനാണ്? 1789 ആണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ സ്റ്റാർട്ടിങ്. ഇത് എൻഡ് ആയത് 1799. ഏകദേശം 10 years ആയിരുന്നു റവല്യൂഷൻ പീരീഡ്. കറക്റ്റ് പറഞ്ഞാൽ 10 years 6 months and 4 days. 10 years 6 months and 4 days. അപ്പോൾ 10 കൊല്ലവും 6 മാസവും 4 ദിവസവും ഒക്കെ നീണ്ടു നിന്ന ഒരു ലോങ് പീരീഡ് നീണ്ടു നിന്ന ഒരു റവല്യൂഷനാണ് ഫ്രഞ്ച് റവല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ 18th സെഞ്ച്വറി എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? നിങ്ങൾക്ക് സെഞ്ച്വറി എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് അറിയാമോ? മിക്കവാറും കുട്ടികൾക്കൊന്നും അതിനെപ്പറ്റി വലിയതില്ല. എങ്ങനെയാണ് 18th സെഞ്ച്വറി, 19th സെഞ്ച്വറി, 20th സെഞ്ച്വറി? ഇപ്പം നമ്മൾ പറയും നമ്മളൊക്കെ ഈ ജീവിക്കുന്ന ഈ കാലഘട്ടം 21st സെഞ്ച്വറി. എങ്ങനെയാണ് ഒരു സെഞ്ച്വറി കണക്കാക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചേക്കാം. ഈ ചാപ്റ്ററിൻ്റെ ഭാഗമല്ലെങ്കിലും ഒരു ഹിസ്റ്ററി പാഠം പഠിക്കുമ്പോൾ നിങ്ങളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ പെട്ടെന്നൊന്ന് മനസ്സിലാക്കുക. ഒരു സെഞ്ച്വറി സ്റ്റാർട്ട് ചെയ്യുന്നത് 01 എന്നായിരിക്കും, ലാസ്റ്റ് 2 ഡിജിറ്റ് 01. അതിൻ്റെ എൻഡാകുന്ന വർഷം എങ്ങനെയാണ് കാണുക? 00 എന്നായിരിക്കും എൻഡ്. അപ്പോൾ തുടങ്ങുന്ന വർഷത്തിന് ലാസ്റ്റ് 2 ഡിജിറ്റ് 01 എന്നായിരിക്കും. അവസാനിക്കുന്ന ആ സെഞ്ച്വറി അവസാനിക്കുന്ന വർഷത്തിന് അവസാനത്തെ 2 ഡിജിറ്റ് എത്രയായിരിക്കും? 00 എന്നായിരിക്കും. അപ്പോൾ 17th സെഞ്ച്വറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വർഷമാണ്? 1701. 1701 18th സെഞ്ച്വറി സ്റ്റാർട്ട് ചെയ്യുക. 1701. അത് എൻഡാകുന്നത് എന്നാണ്? 1800 അല്ലേ? 1800. 1800. അതുകൊണ്ടാണ് നമ്മൾ അതിനെ 18th സെഞ്ച്വറി എന്ന് പറയുന്നത്. അപ്പോൾ 18th സെഞ്ച്വറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടാകുന്നത്? ഏകദേശം 89 years. അതുകൊണ്ടാണ് 1789. അപ്പോൾ ഈ സെഞ്ച്വറിയെ നമ്മൾ എന്ത് വിളിക്കണം? 18th സെഞ്ച്വറി എന്ന് വിളിക്കണം. ഓക്കെ,
അപ്പം അതാണ് 18th സെഞ്ച്വറി എന്ന് പറയാൻ കാരണം. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം നമ്മളിപ്പം ജീവിക്കുന്ന ഈ 2025 എന്തുകൊണ്ടാണ് 21st സെഞ്ച്വറി എന്ന് പറയുന്നത്? 21st സെഞ്ച്വറി എന്നാ സ്റ്റാർട്ട് ചെയ്തത്? 2001 അത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ 25 വർഷങ്ങൾ മുന്നോട്ട് പോയി. ഇനി എന്നാണ് അവസാനിക്കുക? 2100 അല്ലേ? 2100 ലാസ്റ്റ് 2 ഡിജിറ്റ് ഏത് വരണം? 00 വരണം. അപ്പം 2100 എന്ന് പറയുന്ന 2025 നമ്മൾ നിൽക്കുന്നു. ഇനി 75 വർഷം കൂടെ മുന്നോട്ട് പോകുമ്പോൾ 75 വർഷങ്ങളൂടെ കഴിയുമ്പോൾ ഏത് ഇയറിലേക്ക് പോകും? 2100 പോകും. അതാണ് ഏത് സെഞ്ച്വറി അവസാനിക്കുന്ന വർഷം? 21st സെഞ്ച്വറി. അപ്പോൾ ഇനി 21st സെഞ്ച്വറി എന്ന് പറയുന്ന അവസാനിക്കാൻ ഇനി ഒരു 75 വർഷം കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്ന അടുത്ത വർഷം ഏതിലേക്ക് നമ്മൾ പോകും? 22nd സെഞ്ച്വറിയിലേക്ക്, 22ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ പോകും. ഓക്കെ, അത് നിങ്ങളുടെ അറിവിലേക്ക് ടീച്ചർ ഒന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത് 18th സെഞ്ച്വറിയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അതാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ യൂറോപ്പിൻ്റെ മാപ്പ് ഒന്ന് കാണാം. നിങ്ങളുടെ ടെക്സ്റ്റിലും ആ മാപ്പുണ്ട്. ഇവിടെ ഫ്രാൻസ് കണ്ടുപിടിക്കുക. ഫ്രാൻസ് നമുക്കറിയാം യൂറോപ്പ് എന്ന് പറയുന്ന കോണ്ടിനെൻറ്റിലെ ഒരു വലിയ രാജ്യമാണ് അല്ലേ? അതിൻ്റെ ഏരിയ വളരെ വലുതാണ്. മറ്റ് ബ്രിട്ടൻ പോലുള്ള കൊച്ചു കൊച്ചു രാജ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. പോർച്ചുഗൽ, ബ്രിട്ടൻ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ അതിൻ്റെ ഏരിയയിൽ വളരെ ചെറുതാണ്. എന്നാൽ ഫ്രാൻസ് അത്യാവശ്യം നല്ല ഏരിയ ഉള്ളതാണ്. ഫ്രാൻസിൻ്റെ തൊട്ടടുത്ത് കാണുന്ന അതിൻ്റെ നെയ്ബറിങ് കൺട്രി ആയിട്ട് കാണുന്ന കണ്ടോ? സ്പെയിനാണ് അതിൻ്റെ ഒരു നെയ്ബറിങ് കൺട്രി. വെനീസ് അതിൻ്റെ നെയ്ബറിങ് കൺട്രിയാണ്. ജർമ്മനി അതിൻ്റെ മറ്റൊരു നെയ്ബറിങ് കൺട്രിയാണ്. അങ്ങനെ നെയ്ബറിങ് കൺട്രീസൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രാൻസ് എന്ന് പറയുന്ന ഇതാണ്. ഈ രാജ്യത്തെ ആ റെവല്യൂഷനാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, 1789 നമ്മുടെ റെവല്യൂഷൻ്റെ സ്റ്റാർട്ടിങ് ഇയറാണ്. എന്നാണത് അവസാനിക്കുന്നത്? 1799. മറന്നു പോകരുത്, 1799, 10 ഇയേഴ്സ്. ഇനി ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചറിലേക്ക് നോക്കിയേ. വേഴ്സൈൽ പാലസ്, ഫ്രാൻസിലെ വെഴ്സൈ പാലസ് ആണ്. ഇത് വായിക്കേണ്ടത് വെഴ്സായി. എസ്സിനവിടെ പ്രൊനൗൺസിയേഷൻ ഇല്ല. വേഴ്സായി എന്ന് പറഞ്ഞാൽ മതി. വേഴ്സായി പാലസ് എന്തിനാണ് ഞാൻ ടീച്ചർ കാണിച്ചിരിക്കുന്നതെന്നോ? നമ്മളിപ്പം പഠിക്കാൻ പോകുന്ന ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്, ഈ റെവല്യൂഷൻ ഉണ്ടാകാനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഡെസ്പോട്ടിക് റെജീം ഇൻ ഫ്രാൻസ്. all the rulers, all the king or the Bourbon dynasty, they were generally despotic. അവർ വളരെ സ്വേച്ഛാധിപതികളായിരുന്നു. അവരുടെ കൊട്ടാരം കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാകും. കാരണം എത്ര ആഡംബരപൂർവ്വമാണ് അവർ കൊട്ടാരം പണിത് വെച്ചിരിക്കുന്നത്. അന്ന് സൊസൈറ്റി പോവർട്ടിയിലൊക്കെ കഴിയുന്ന സമയത്ത് ഈ രാജാവിൻ്റെ കൊട്ടാരം കണ്ടോ? എത്ര വിസ്തൃതമാണ്, എന്തുമാത്രം മുറികളൊക്കെയുള്ള എത്രയോ വിശാലമായ ഒരു പാലസ് അവരുണ്ടാക്കിയിട്ട് ഇത് മുഴുവൻ ജനങ്ങളോട് ടാക്സ് മേടിച്ച് അവർ പണിതുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് തന്നെ എന്ത് സൂചിപ്പിക്കുന്നു? അവരുടെ രാജാക്കന്മാരുടെ ഡെസ്പോട്ടിസവും അവരുടെ എക്സ്ട്രവാഗൻസും അവരുടെ ബോർബോൺ രാജാക്കന്മാരുടെ ആഡംബരവും അവരുടെ ധൂർത്തും ഒക്കെ കാണിക്കാനായിട്ടാണ് ടീച്ചർ ഈ ഫോട്ടോ എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റീസൺ. അപ്പോൾ നമുക്ക് റീസണിലേക്ക് പോകാം. മെയിനായിട്ട് ഈ പാഠത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. വാട്ട് വെയർ ദ റീസൺസ് ഫോർ ഫ്രഞ്ച് റെവല്യൂഷൻ? വാട്ട് വെയർ ദ കോസസ് ഫോർ ഫ്രഞ്ച് റെവല്യൂഷൻ? കോസസ്, റീസൺസ്, അങ്ങനെയൊക്കെയുള്ള വേർഡുകളാണ് അവിടെ ഉപയോഗിക്കുക. വാട്ട് വെയർ ദ റീസൺസ് ഫോർ ഫ്രഞ്ച് റെവല്യൂഷൻ? ദർ ആർ 5 റീസൺസ്. First one, the existence of a despotic regime in France. Then, second reason, inequality in the French social system. Inequality. Third one, the rise of the middle class. Fourth, economic crisis faced by French agricultural sector. Last, influence of French thinkers or philosophers. അപ്പം 1 by 1 ഓരോന്നും നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇതൊരു 6 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. ഒന്നാമത്തേതിനെ നമ്മളൊരു 3-4 പോയിൻ്റ് അതിന് എഴുതണം. ഓരോന്നിനും നമ്മൾ ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തി അതിൻ്റെ പോയിൻറ്റ്സ് നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം. ദ എക്സിസ്റ്റൻസ് ഓഫ് എ ഡെസ്പോട്ടിക് റെജിം ഇൻ ഫ്രാൻസ്.
അവിടെ നമ്മൾ റൂളേഴ്സിനെ പറ്റി പഠിക്കാൻ പോവാം. ഈ റൂളേഴ്സിനെ പറ്റി പഠിക്കുമ്പം വെറുതെ റൂളേഴ്സ് എങ്ങനെയായിരുന്നു എന്നായിരിക്കത്തില്ല ചോദ്യം വരുന്നത്. ചോദ്യം തന്നെ നിങ്ങൾ നോക്കിക്കേ, ഇതുപോലെ ആയിരിക്കും ചോദ്യം വരിക. അനലൈസ് ആൻഡ് ലിസ്റ്റ് ഡൗൺ ദ റീസൺസ് ആസ് ടു വൈ ദ റൂളേഴ്സ് ഓഫ് ഫ്രാൻസ് ബിക്കം അൺപോപ്പുലർ. എന്തുകൊണ്ടാണ് ഫ്രാൻസിലെ റൂളേഴ്സ് അൺപോപ്പുലറായി മാറിയത്? എന്തായിരുന്നു അവരുടെ പ്രശ്നം? എന്താണ് അവരുടെ കുഴപ്പം? എന്തുകൊണ്ട് ജനങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടില്ല? അൺപോപ്പുലർ എന്ന വാക്കിൻ്റെ മലയാളം എന്താണ്? അവർക്ക് പോപ്പുലാരിറ്റി ഇല്ലാത്ത അവസ്ഥ, ജനപ്രിയരല്ല അവരെ, ജനങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല. എന്തുകൊണ്ട് അവരങ്ങനെ ആയിപ്പോയി? അപ്പം നമ്മുടെ ഫ്രാൻസിലെ അവിടുത്തെ റൂളിംഗ് ക്ലാസ്സിനെ പറ്റി നമ്മളിവിടെ പഠിക്കാൻ പോവുക. ഫസ്റ്റ് വൺ, ഓൾ ദ റൂളേഴ്സ് ഓഫ് ബോർബോൺ ഡൈനാസ്ട്രി വെയർ ജനറലി ഡെസ്പോട്ടിക്. ഡെസ്പോട്ടിസം എന്നുള്ള വാക്ക്, ഡെസ്പോട്ടിസം, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്വേച്ഛാധിപതി, സ്വന്തം തന്നിഷ്ടപ്രകാരം ഭരിക്കുന്നവരെ. ബോർബോൺ ഡൈനാസ്ട്രി എന്ന് കാണുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, അവിടുത്തെ രാജാക്കന്മാരുടെ കുടുംബ പേരിനാണ് ബോർബോൺ എന്ന് പറയുക, കുടുംബ പേര്. ഡൈനാസ്ട്രി, രാജവംശം എന്നല്ലേ അതിന് പറയുന്നത്. ഓക്കെ, ഓൾ ദി റൂളേഴ്സ് ഓഫ് ബോർബോൺ ഡൈനാസ്ട്രി വെയർ ജനറലി ഡെസ്പോട്ടിക്. നമ്മൾ ഈ ഫ്രഞ്ച് റെവല്യൂഷൻ പഠിക്കുമ്പം ഈ ഫ്രഞ്ച് ഡൈനാസ്ട്രി, ഈ പറയുന്ന ബോർബോൺ ഡൈനാസ്ട്രി പല നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ പല ഡെക്കേഡ്സ് അവിടെ ഭരിച്ചവരാണെങ്കിലും നമുക്ക് 3 റൂളേഴ്സിനെ പ്രത്യേകം കണ്ടാൽ മതി. അവിടുത്തെ എല്ലാ റൂളേഴ്സും അവർ രാജാവാകുമ്പോൾ ഒരു ന്യൂ പേര് സ്വീകരിക്കും. അത് അവരുടെ പാരമ്പര്യം അനുസരിച്ചുള്ള ഒരു പേരായിരിക്കും. ഇവിടുത്തെ രാജാക്കന്മാരെല്ലാം ലൂയിസ് എന്ന പേരാണ് സ്വീകരിച്ചിരുന്നത്. അപ്പം നമുക്ക് പഠിക്കാനുള്ള ഈ റെവല്യൂഷൻ പീരീഡിലെ 3 രാജാക്കന്മാർ ആരൊക്കെയായിരുന്നോ? ലൂയിസ് 14, ലൂയിസ് 15, ലൂയിസ് 16, ലൂയിസ് 14, ലൂയിസ് 15 ആൻഡ് ലൂയിസ് 16. ഓക്കെ, റെവല്യൂഷൻ പീരീഡിൽ ദാരുണമായിട്ട് കൊല്ലപ്പെട്ട രാജാവ് ലൂയിസ് 16. ഓക്കെ, അപ്പം നോക്കുക, all the Bourbon kings were generally despotic. They believed in the divine right of rulers. അവർ വിശ്വസിച്ചത് റൂളേഴ്സിന് ഡിവൈൻ റൈറ്റ് ആണുള്ളത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നാണ് അവരെ വിട്ടിരിക്കുന്നത്, അവരെ ദൈവമാണ് അയച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ബിലീഫായിരുന്നു അവർക്കുണ്ടായിരുന്നത്. കറപ്ഷൻ, എക്സ്ട്രാവാഗൻസ് ആൻഡ് കണ്ടിന്യൂസ് വാർസ് waged by Louis XV put the country and its people in misery. രാജാക്കന്മാരെ ജനങ്ങൾ ഇഷ്ടപ്പെടാതെ പോയതിൻ്റെ 3ാമത്തെ കാരണം കറപ്ഷൻ, അഴിമതി, എക്സ്ട്രാവാഗൻസ്, ധൂർത്ത്, ആൻഡ് കണ്ടിന്യൂസ് വാർ. മറ്റ് രാജ്യങ്ങളുമായിട്ട് കണ്ടിന്യൂസ് വാർ നടത്തിക്കൊണ്ടിരിക്കും. ഈ രാജാക്കന്മാരെല്ലാം യുദ്ധക്കൊതിയന്മാരായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? കണ്ടിന്യൂസ് വാർ. എന്നിട്ടോ ആ വാറിന് വേണ്ട, അതിന് സ്പെൻഡ് ചെയ്യേണ്ട മണി അവരെങ്ങനെ കളക്ട് ചെയ്യും? ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് ആയിട്ട് പിരിച്ചെടുക്കും. അപ്പം ജനങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലാതാകാൻ ഒരു കാരണം അതാണ്. ദെൻ ടു ഫൈൻഡ് മണി ഫോർ എക്സ്ട്രാവഗൻസ് കിങ് ഇമ്പോസ് ന്യൂ ടാക്സസ് ഓൺ ഹിസ് സബ്ജക്ട്സ്. പീപ്പിളിനെയാണ് നമ്മൾ എന്ത് പറയുക? സബ്ജക്ട്സ്. അവരെ ന്യൂ ടാക്സസ് ഇമ്പോസ് ചെയ്യുന്നു. ഇനിയും അവിടുത്തെ രാജ്ഞിമാരും മോശക്കാരായിരുന്നു, അല്ലെങ്കിൽ അവരെയും ജനങ്ങൾക്ക് ഇഷ്ടമല്ല. ദ ക്യൂൻ മേരി ആൻറ്റോണിറ്റ്, ഷീ വാസ് ദ വൈഫ് ഓഫ് ലൂയിസ് 16. The Queen Mary Antoinette constantly interfered in government affairs, but the king pretended not to see the Queen's extravagance. ഈ ക്യൂന് ഒരുപാട് പണമൊക്കെ വാരിക്കോരി ചെലവഴിക്കുന്ന ധാരാളിയാണ്. എങ്കിലും രാജാവ് ഇതൊക്കെ കണ്ടില്ലെന്ന് അങ്ങ് പ്രിറ്റൻഡ് ചെയ്യും. രാജാവ് ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചു. ക്യൂൻ ആൻറ്റോണൈറ്റ് കോൺസ്റ്റൻ്റ്ലി ഇൻ്റർഫിയർഡ് ഇൻ ദ ഗവൺമെൻറ് അഫയേഴ്സ്. ഗവൺമെൻറ് കാര്യങ്ങളിലൊക്കെ ഇവരെ ഇൻ്റർഫിയർ ചെയ്യും. അവർ ഇഷ്ടം പോലെ ചിലവാക്കും. രാജാവ് ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കും. അങ്ങനെ ഈ ക്യൂനും ഈ രാജാവും ഇവരെല്ലാവരും ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പം അവിടുത്തെ രാജാക്കന്മാരെ വളരെ അൺപോപ്പുലർ ആയിരുന്നു. അതിൻ്റെ റീസൺ എഴുതുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഫസ്റ്റ് പോയിൻറ്റിനെ നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ദ ഡെസ്പോട്ടിക് റെജീം ഇൻ ഫ്രാൻസ് വാസ് ദ ഫസ്റ്റ് റീസൺ ഫോർ ഫ്രഞ്ച് റെവല്യൂഷൻ. ഇനി നമുക്ക് 2ാമത്തെ റീസണിലേക്ക് പോകാം. ഇനി അതിന് മുമ്പായിട്ട് നമുക്ക് ഡിവൈൻ റൈറ്റ് തിയറി ഒരു നോട്ട് വന്നാൽ, ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്തൊക്കെ എഴുതണം? വാട്ട് ഈസ് ഡിവൈൻ റൈറ്റ് തിയറി? അക്കോർഡിംഗ് ടു ഡിവൈൻ റൈറ്റ് തിയറി, ദ കിങ് ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ്. നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കത്തില്ലേ? നിങ്ങളുടെ ക്ലാസ്സിൽ നിന്നും ഏറ്റവും കൊള്ളാവുന്ന ഒരു കുട്ടിയെ നമ്മളെല്ലാവരുടെയും ഇലക്ട് ചെയ്ത് സ്കൂൾ പാർലമെൻറ്റിലേക്ക് വിടും അല്ലേ? ഇപ്പോൾ ഈ രാജാക്കന്മാർ വിചാരിക്കുന്നതിനാണ് അവർ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണെന്നാണ് അവർ വിചാരിക്കുക. ദ കിങ് ഡിറൈവ്സ് ഹിസ് അതോറിറ്റി ഫ്രം ഗോഡ്. ദൈവമാണ് അവർക്ക് അതോറിറ്റി കൊടുത്തിരിക്കുന്നത്.
ഹെൻസ് ദേ ആർ നോട്ട് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ ബട്ട് ഓൺലി ഗോഡ്. അതുകൊണ്ട് അവർക്ക് ആരോട് ഉത്തരം പറയണ്ട? ദേ ആർ നോട്ട് അക്കൗണ്ടബിൾ ടു പീപ്പിൾ എന്ന് പറഞ്ഞാൽ പീപ്പിളിനോട് ഉത്തരം പറയണ്ട, പീപ്പിളിനോട് അവർ സംസാരിക്കേണ്ട, അവർക്ക് ഉത്തരം കൊടുക്കണ്ട. പിന്നെ ആരോട് മാത്രം കൊടുത്താൽ മതി? ദൈവത്തിന് കൊടുത്താൽ മതി. ഓക്കെ, അതിൻ്റെ അർത്ഥം ഇവർ ഡെസ്പോട്ടിക് ആയിരുന്നെന്നാണ് അതിൻ്റെ അർത്ഥം. ജനങ്ങളെ ഒന്നും ഇവർ വില വെക്കുന്നില്ല. ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ഡിവൈൻ റൈറ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഡിവൈൻ റൈറ്റ് തിയറി. ദേ ബിലീവ് ഇൻ ദ divine right theory. That means the king is the representative of God. He is not accountable to the people but only to God. Then രണ്ടാമത്തെ റീസൺ എന്താണ്? ദ ഇന്നീക്വാളിറ്റി ഇൻ ദ ഫ്രഞ്ച് സൊസൈറ്റി. ഇന്നീക്വാളിറ്റി ഇൻ ദ ഫ്രഞ്ച് സൊസൈറ്റി. നമുക്ക് ഈ ഒരു ഡയഗ്രത്തിലേക്ക് പോകാം. ഫ്രഞ്ച് സൊസൈറ്റിയുടെ ഒരു അതിൻ്റെ ഒരു ഡയഗ്രമാണ് ഈ തന്നിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ കിങ് ആയിരിക്കും. ഹി വാസ് ദ ഫുൾ അതോറിറ്റി. അപ്പോൾ പൊളിറ്റിക്കൽ അതോറിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി, അതുപോലെ ഹീസ് ദ ടോപ്പ് ഇൻ ജസ്റ്റിസ് ഓൾസോ. അപ്പം നീതി നടപ്പാക്കുന്നതും എല്ലാം ചെയ്യുന്നതിൻ്റെ ടോപ്പ് അതോറിറ്റി കിങ്. ഇനിയും അവിടെ സൊസൈറ്റിയിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് നോക്കിയേ. 3 ഗ്രൂപ്പ്. ഫസ്റ്റ് ക്ലർജി, സെക്കൻഡ് നോബിൾസ് ആൻഡ് തേർഡ് കോമൺസ്. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് പൊസിഷനുള്ള ഗ്രൂപ്പാണ് ക്ലർജി. അപ്പോൾ കിങ്ങിനെ നമുക്ക് ഈ ഗ്രൂപ്പിൻ്റെ കൂടെ കൂട്ടണ്ട കേട്ടോ. കിങ് സെപ്പറേറ്റാണ്, അദ്ദേഹം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നു, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ സൊസൈറ്റിയിലെ 3 ഗ്രൂപ്പിനെ നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ക്ലർജി, പ്രീസ്റ്റ്. രണ്ടാമത്തെ നോബിൾസ്, മൂന്നാമത്തത് കോമൺസ്. ഇനി ഫ്രഞ്ച് ഭാഷയിലെ ക്ലാസ് എന്നല്ല അവർ പറയുന്നത്. നമ്മളാണെങ്കിൽ എന്ത് പറയും? ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്. ഇവരങ്ങനല്ല പറയുന്നത്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ്. ഒന്നാമത്തെ എസ്റ്റേറ്റ്, രണ്ടാമത്തെ എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ്. എസ്റ്റേറ്റ് എന്നുള്ള വേർഡാണ് ക്ലാസ് എന്ന വേർഡിന് പകരം അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന വേർഡിന് പകരം ഫ്രാൻസിൽ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പറയണം. ഫസ്റ്റ് എസ്റ്റേറ്റ്. സോ ദ ടോട്ടൽ സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻറ്റു 3 ഗ്രൂപ്പ്സ്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ്. ക്ലർജി ഫസ്റ്റ് എസ്റ്റേറ്റ്, നോബിൾസ് സെക്കൻഡ് എസ്റ്റേറ്റ് ആൻഡ് കോമൺസ് തേർഡ് എസ്റ്റേറ്റ്. ഇനി നമുക്ക് നോക്കാം ഈ ക്ലർജി എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് എസ്റ്റേറ്റിന് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, എങ്ങനെയായിരുന്നു അവരുടെ സ്റ്റാറ്റസ്. ഓക്കെ, അനലൈസ് ദ സോഷ്യൽ സിസ്റ്റം ഇൻ 18th century ഫ്രാൻസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. ഈ 18th centuryയിലെ ഫ്രാൻസിൻ്റെ സോഷ്യൽ സിസ്റ്റത്തെ പറ്റി ഒരു നോട്ട് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഏത് ഗ്രൂപ്പിനെ പറ്റി എഴുതിയാൽ മതി? ഈ 3 ഗ്രൂപ്പിനെ പറ്റി എഴുതിയാൽ മതി. ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലർജി, സെക്കൻഡ് എസ്റ്റേറ്റ് നോബിൾസ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ് കോമൺസ്. French society in the 18th century was divided into 3 estates: the clergy in the first estate, the nobles in the second, and the common people in the third estate. The clergy, they were very powerful and wealthy. They were exempted from all types of taxes, and they levied a tax called tithe on the common peasants. ഇതാണ് ക്ലർജിയെ പറ്റി നമുക്ക് 3 കാര്യങ്ങൾ. The clergy, they were very powerful and they were wealthy. They owned acres of land. They were land owners. And they were exempted from all types of tax. അവർക്ക് ഒരു ടാക്സും കൊടുക്കണ്ട. എക്സെപ്റ്റഡ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് ടാക്സ് എല്ലാം ഒഴിവാക്കി, അവർക്ക് കൊടുക്കണ്ട. രാജാവിനും കൊടുക്കണ്ട, ആർക്കും കൊടുക്കണ്ട. ഓക്കെ, പക്ഷേ അവർ ടാക്സ് മേടിക്കും. ആരോടാ? കോമൺ പീപ്പിളിനോടെ. ദേ ലെവിഡ് ടാക്സ് കോൾഡ് തിതേ ഓൺ ദ കോമൺ പീപ്പിൾ. തിതേ TITHE. കോമൺ പീപ്പിള് ഈ പുരോഹിതർക്ക് ടാക്സ് കൊടുക്കണം. എന്നാൽ ഈ പുരോഹിതൻ കിങ്ങിന് ടാക്സ് കൊടുക്കുമോ? ഇല്ല. അപ്പോൾ ദേ ഗോട്ട് എ ഹൈ പൊസിഷൻ ഇൻ ദ സൊസൈറ്റി, ദിസ് ക്ലർജി പീപ്പിൾ. ദെൻ വാട്ട് അബൌട്ട് ദിസ് നോബിൾസ്? നോബിൾസ് ഹെൽഡ് ദ ഹയസ്റ്റ് പൊസിഷൻ ഇൻ ദ ഗവൺമെൻറ് ആൻഡ് ദ ആർമി. ഈ ക്ലർജി അവർ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പക്ഷേ നോബിൾസ് അവരാണ് ഹൈ പൊസിഷൻ ഇൻ ദ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിലെ വലിയ വലിയ പൊസിഷനൊക്കെ അവർക്കായിരിക്കും, സെക്രട്ടറിമാരായിട്ടും ഒക്കെ ഇരിക്കുന്നവരായിരിക്കും. ദെൻ ദേ ഓൾസോ ഗോട്ട് ഹൈ പൊസിഷൻ ഇൻ ദ ആർമി. ആർമിയിൽ താഴെയുള്ള സോൾജിയേഴ്സൊക്കെ കോമൺസ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ കമാൻഡേഴ്സും അങ്ങനെയൊക്കെയുള്ള ടോപ്പ് റാങ്കിൽ വരുന്നവരൊക്കെ നോബിൾസ് ആയിരിക്കും. അപ്പം നോബിൾസിന് 2 പണിയാണ്: ഒന്ന് ഗവൺമെൻറ്റിൻ്റെ ഹൈ പൊസിഷൻ, 2 ആർമിയുടെ ഹൈ പൊസിഷൻ. ദേ ഓൾസോ ഓൺ ലാർജ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ്. ദേ ലെഡ് എ ലക്ഷറിയസ് ലൈഫ്. അവർ വളരെ ആഡംബരത്തിലാണ് ജീവിച്ചത്. ഇവരും
ടാക്സ് മേടിക്കും. ആരോടാണ്? കോമൺ പീപ്പിളിനോട്. ദേ ഓൾസോ കളക്ട് വേരിയസ് ടാക്സസ് ഫ്രം ദ കോമൺ പീപ്പിൾ. അപ്പോൾ ഇവരും വളരെ ആഡംബരത്തിൽ ജീവിച്ച ഹൈ സ്റ്റാറ്റസ് ഉള്ള സെക്കൻഡ് എസ്റ്റേറ്റ്. ഇനി നമുക്ക് ഈ പാവം പിടിച്ച തേർഡ് എസ്റ്റേറ്റിനെ പറ്റി പഠിക്കാം. അവരെ അറിയപ്പെടുന്നത് കോമൺസ് എന്നാണ്, സാധാരണക്കാരെ. ഇൻ ദ തേർഡ് എസ്റ്റേറ്റ് ഇൻ ഫ്രാൻസ് കംപ്രൈസ്ഡ് ഓഫ് ദ മിഡിൽ ക്ലാസ്, വർക്കേഴ്സ് ആൻഡ് പെസൻസ്. മിഡിൽ ക്ലാസ്, വർക്കേഴ്സ്, പെസൻസ്, all these three categories of people included in common. നിങ്ങൾ നോക്കിക്കേ, ഈ നോബിൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് കോമൺ പീപ്പിളിൽ നിന്ന് ആരെയും കയറ്റുകയില്ല. കാരണം എന്താ? നോബിൾസ് എന്ന് പറയുന്ന ഒരു നോബിളായിട്ട് ജനിക്കണം, അവർ ബൈ ബർത്താണ്. ഒരു നോബിൾസ് എന്ന് പറയുന്ന പ്രഭു കുടുംബത്തിൽ ജനിച്ചാൽ മാത്രമേ അവർക്കൊരു പ്രഭു ആകാൻ പറ്റുള്ളൂ. അല്ലാത്ത എല്ലാവരും ഏതിലേക്ക് പോകും? കോമൺ എന്നുള്ള പേരിലേക്ക് പോകും. നോക്കിക്കേ, അതിനകത്ത് മിഡിൽ ക്ലാസ് ഉണ്ട്, വർക്കേഴ്സ് ഉണ്ട്, പെസൻസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ആർട്ടിസൻസ് ഉണ്ട്, എല്ലാവരും കോമൺസ് ആണ്. ഇനി ഇവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കിയേ. ദേ വെർ നോൺ ആസ് കോമൺസ് ആൻഡ് ദേ കംപ്രൈസ്ഡ് ഓഫ് ദ മജോറിറ്റി ഓഫ് ദ പീപ്പിൾ. ആ പോപ്പുലേഷൻ്റെ, ഫ്രഞ്ച് പോപ്പുലേഷൻ്റെ മജോറിറ്റിയും കോമൺസാണ്. മറ്റേത് രണ്ടും മൈനോറിറ്റിയാണ്. പ്രീസ്റ്റ് എന്ന് പറയുന്ന ഒരു മൈനോറിറ്റിയാണ്, അതുപോലെ നോബിൾസും ഒരു മൈനോറിറ്റിയാണ്, കുറച്ച് ആൾക്കാരേ അവരുള്ളൂ. പക്ഷേ അവിടുത്തെ മജോറിറ്റി പീപ്പിളും ഏത് ഗ്രൂപ്പിൽ പെടും? തേർഡ് എസ്റ്റേറ്റ്, കോമൺസ്. ഇനി ഇവരുടെ അവസ്ഥ എന്താണ്? ദേ പേ ഓൾ ടൈപ്സ് ഓഫ് ടാക്സ്. ദേ വർക്ക് വിത്തൗട്ട് സാലറി ഇൻക്ലൂഡിങ് മിലിറ്ററി സർവീസ്. അവർ മിലിറ്ററി സർവീസിന് പോകണം, അവരുടെ പെസൻസായിട്ട് വർക്ക് ചെയ്യാൻ പോകണം, അവർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പോകണം. പക്ഷേ വിത്തൗട്ട് എനി സാലറി കൊടുക്കത്തില്ല. അല്ലേ, അന്നത്തെ കാലത്തെ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ അവിടുത്തെ നോബിൾസൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഫ്രാൻസിലെ കോമൺ ആൾക്കാരുടെ പുറത്തിന് നല്ല വീതിയാണ്, അപ്പം നല്ല അടിയും വെച്ച് കൊടുക്കാം, നന്നായിട്ട് പണിയെടുപ്പിക്കാമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പാവപ്പെട്ട ആളുകൾ ദേ വെയർ ഇൻ അട്ടർ മിസറി, ദേ വെയർ ഇൻ പോവർട്ടി, ദെയർ ലൈഫ് വാസ് വെരി മിസറബിൾ കണ്ടീഷൻ. ദേ ലിവ്ഡ് ഇൻ എ മിസറബിൾ കണ്ടീഷൻ. ദെയർ സിറ്റുവേഷൻ വാസ് വെരി പതറ്റിക്. സോ ഇതാണ് അവിടെ റെവല്യൂഷൻ ഉണ്ടാകാനുള്ള കാരണം. അപ്പം ഇന്നീക്വാളിറ്റി ഇൻ ദ ഫ്രഞ്ച് സൊസൈറ്റി ഈസ് ദ സെക്കൻഡ് റീസൺ ഫോർ ഫ്രഞ്ച് റെവല്യൂഷൻ. കണ്ടോ, ഇത്രയും അവഗണന ഒരു സമൂഹത്തിനുണ്ടാകുമ്പോൾ ആ സമൂഹം എന്തു ചെയ്യും? ഒരു റെവല്യൂഷന് തയ്യാറാകും. കാരണം അത്രയ്ക്ക് ഇന്നീക്വാളിറ്റിയാണ്. ഈക്വാളിറ്റി ഇല്ല, ഇന്നീക്വാളിറ്റി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഉണ്ടാകാതിരിക്കാൻ ഞാൻ ആ ചോദ്യം കൂടെ പറയാം. നോബിൾസ് ഫൈറ്റ്, പ്രീസ്റ്റ് പ്രേ ആൻഡ് ദ കോമൺസ് പേ, വാട്ട് ഡസ് ഇറ്റ് മീൻ? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്തെഴുതിയാൽ മതി? ഫ്രഞ്ച് സൊസൈറ്റിയെ പറ്റി, ആ 3 എസ്റ്റേറ്റിനെ പറ്റി വിശദമായിട്ട് അങ്ങ് എഴുതുക. നോബിൾ ഫൈറ്റ് ചെയ്യും, പ്രീസ്റ്റ് പ്രേ ചെയ്യും, കോമൺസ് പേ ചെയ്യും. പേ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ പേ ചെയ്യുന്നത്? ടാക്സ്. അപ്പം പ്രഭുക്കന്മാർ യുദ്ധം ചെയ്യുന്നു, പുരോഹിതന്മാർ പ്രാർത്ഥിക്കുന്നു, കോമൺ പീപ്പിൾ ടാക്സ് കൊടുക്കുന്നു. ഇതൊന്ന് വിശദീകരിക്കാൻ പറഞ്ഞാലും ഫ്രഞ്ച് സൊസൈറ്റിയെ വിശദീകരിക്കാൻ പറഞ്ഞാലും സെയിം ആണ് ആൻസർ. ആ ആൻസറാണ് നമ്മൾ ഈ കാണുന്ന ആൻസർ. ഓക്കെ, ഡൗട്ടൊന്നും. ഓക്കെ ചിൽഡ്രൻ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ 2 പോയിൻറ്റ്സ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു. ഇനിയും 3rd പോയിൻ്റ് തൊട്ടുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.